നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ മിടുക്കരാണ് അല്ലേ? പക്ഷെ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരുപാട് ഗുണങ്ങൾ, മിറാക്കിൾസ് ഹാപ്പൻ ചെയ്യുമെന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റീവ് സെൽഫ് ടോക്ക്? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് കേൾക്കാം കേട്ടോ. ദ വേ യു ടോക്ക് ടു യുവർ സെൽഫ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ മനസ്സ് കേൾക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കാറില്ലേ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ, അല്ലെ, ആർ യു ലിസ്ണിങ് എന്ന് ചോദിക്കാറില്ലേ? നമ്മളിപ്പോൾ ഒരാളെ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യാൻ വെച്ചോ, സോ ദാറ്റ് ഓൾസോ ദ മൈൻഡ് വിൽ ലിസൺ. സോ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം വേറെ. നമുക്ക് പറ്റില്ല 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 എന്ന് വിചാരിക്കില്ലേ കുറേ കാര്യങ്ങൾ, അതും നമ്മുടെ മൈൻഡിൽ ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും, ആ ഇത് ഇവൾക്ക് പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഇതിവന് പറ്റില്ല കേട്ടോ. നേരെ മറിച്ച് ഒരു 2 മണിക്കൂറിനുള്ളിൽ 2 ചാപ്റ്റർ പഠിക്കാനുണ്ടെന്ന് വെച്ചോ, നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ പറയാണ്, ഇതെനിക്ക് പറ്റും, ഐ ക്യാൻ ഡു ദിസ്, യെസ് യു ആർ ഡൂയിങ് ദിസ്, യു ക്യാൻ ഡു ദിസ് എന്ന് നമ്മുടെ മൈൻഡിനോട് കോൺഷ്യസ്ലി പറയാം. നമ്മൾ വീക്കാണെന്ന് വിചാരിക്കുന്നു, അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് മൈൻഡിനോട് പറയാം. ദെൻ യു വിൽ സീ ദ മിറാക്കിൾസ്, യു വിൽ സീ ന്യൂ സൺറൈസ് ഇൻ യുവർ ലൈഫ് എന്നാ പറയുന്നത്. പുതിയൊരു സൂര്യോദയം നമ്മൾ ഓരോരുത്തരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഈസ് ദ ഹാബിറ്റ് ഓഫ് കോൺഷ്യസ്ലി ചൂസിങ് സപ്പോർട്ടീവ്, റിയലിസ്റ്റിക് ആൻഡ് എൻകറേജിങ് തോട്ട്സ് എബൌട്ട് യുവർ സെൽഫ്. ചുമ്മാ കയറി നിനക്കെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ പറയുന്നതല്ല. ഇറ്റ് ഷുഡ് ബി സംതിങ് റിയലിസ്റ്റിക്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രിറ്റൻഡിങ് എവറിഥിങ് ഇസ് പെർഫെക്റ്റ്. ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ 2 മണിക്കൂർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ സ്വയം പ്രിറ്റൻഡ് ചെയ്യണതല്ല. ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. ഇറ്റ്സ് അബൌട്ട് സ്പീക്കിംഗ് യുവർ സെൽഫ് ഇൻ എ വേ ദാറ്റ് ഹെൽപ്പ് യു ടു ഗ്രോ ഇൻസ്റ്റെഡ് ഓഫ് ഹോൾഡിങ് യു ബാക്ക്. സംതിങ് നമ്മളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റി അതിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സംഭവം. ഈ ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ചെറിയ രഹസ്യമാണ് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക്. പലപ്പോഴും നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് പറ്റും 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 എന്ന് കോൺഷ്യസ്ലി നമ്മൾ പറഞ്ഞ് അഫേം ചെയ്യാം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മൈൻഡിന് ഒരു സീഡ് ഇട്ട് കൊടുക്കില്ല, ആ സീഡ് അവിടെ കിടന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ശരിയാവോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, ഐ ഓൾവേസ് മെസ് അപ്പ് തിങ്സ്, അങ്ങനെ വിചാരിക്കും. ഇതിനെ ഷിഫ്റ്റ് ചെയ്യുക, ഐ മേഡ് എ മിസ്റ്റേക്ക് ബട്ട് ഐ ക്യാൻ ലേൺ ഫ്രം ഇറ്റ്, അങ്ങനെ പറയാം അല്ലേ? പണ്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും പെർഫെക്റ്റ് ആയിന്ന് വരില്ല. ഉം. പക്ഷേ നമ്മൾ ആ തെറ്റിൽ നിന്ന്, മിസ്റ്റേക്കിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്ന് നമ്മൾ പെർഫെക്റ്റായി തീരുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ട്രൈ ദിസ്, ഐ എം ഇംപ്രൂവിങ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു പെർഫെക്റ്റ് ടു മേക്ക് പ്രോഗ്രസ്. ഒരു ചെറിയ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നില്ല എന്നുള്ളത്. നോട്ടീസ് യുവർ ഇന്നർ വോയിസ്. ഇതിനെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? നമ്മുടെ ഇന്നർ വോയിസിനെ നോട്ടീസ് ചെയ്യാം. പേ അറ്റൻഷൻ ടു ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അവെയർ ആയിരിക്കുക. ചലഞ്ച് ദം. ആസ്ക്, ഇസ് ദിസ് 100% ട്രൂ, ഓർ വാട്ട് വുഡ് ഐ സേ ടു എ ഫ്രണ്ട്? അങ്ങനെ നമ്മൾ എന്തായിരിക്കണം അടുത്തത് പ്രിപ്പയർ ചെയ്യേണ്ട ആൻസർ എന്നുള്ളത് നമ്മൾ ഒന്ന് പോസ് ചെയ്ത് തിങ്ക് ചെയ്യുക. റീഫ്രെയിം സം സെൻറ്റൻസസ് റിയലിസ്റ്റിക്കലി. നമ്മൾ വിചാരിക്കുന്ന സെൻറ്റൻസിനെ ഒന്ന് റീഫ്രെയിം ചെയ്യാം. കുറേ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യണം അങ്ങനെയല്ല പറയണം. ജസ്റ്റ് ഒരു കൺസ്ട്രക്റ്റീവ് മോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതിനൊന്ന് പോസിറ്റീവ് ആക്കി മാറ്റിയിട്ട് ചിന്തിക്കാം. റിപ്പീറ്റ് കൺസിസ്റ്റൻ്റ്ലി. നമ്മൾ വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇറ്റ് ബിക്കംസ് മോർ നാച്ചുറൽ ഓവർ ടൈം. നമ്മളത് കൺസിസ്റ്റൻ്റ്ലി റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് മോർ നാച്ചുറൽ ആവും. ദ വേ യു ടോക്ക് ടു യുവർ സെൽഫ് ഷേപ്സ് യുവർ കോൺഫിഡൻസ്, ഡിസിഷൻസ് ആൻഡ് ഈവൻ യുവർ സ്ട്രെസ് ലെവൽ. നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ ടെൻസ് ടു എക്സാജറേറ്റ് ഫെയിലിയേഴ്സ്. നമ്മുടെ ഫെയിലിയേഴ്സിനൊക്കെ ഒന്ന് എക്സാജറേറ്റ് ചെയ്യില്ല. അയ്യോ ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയാണല്ലോ ദൈവമേ, ആ, അങ്ങനെയൊക്കെയുള്ള ടോക്ക് വരുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യുക. ജസ്റ്റ് റീപ്ലേസ് ഇറ്റ് വിത്ത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ദാറ്റ് ഹെൽപ്സ് യു ടു സ്റ്റേ ബാലൻസ്ഡ് ആൻഡ് റെസിലിയൻറ്റ്. നമുക്ക് ആ ഒരു ടൈം കടന്നു പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ പോസിറ്റീവ് സെൽഫ് ടോക്കിന് ഒരുപാട് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിടില്ല. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെ ചിലപ്പോൾ നമ്മൾ ഈ ടെൻഷൻ കൊണ്ട് എടുത്തിടും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയണില്ല എന്നുള്ളൂ. നമ്മൾ അൺകോൺഷ്യസ് ലെവലിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ നമ്മളോട് തന്നെ ടോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആവശ്യമുള്ളത് മാത്രം എടുത്ത്
നമ്മൾ മാനേജ് ചെയ്യാനായിട്ടാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്തരം കോൺഷ്യസ് ടോക്ക്, പോസിറ്റീവായിട്ടുള്ള ടോക്ക് ചെയ്യണത് ഒരുപാട് മിറാക്കിൾസ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഹാൻഡിൽ ദിസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഐ ഹാവ് ഡൺ ഹാർഡ് തിങ്സ് ബിഫോർ എന്നുള്ളതെല്ലാം. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദിസ് വേ, ബട്ട് ഐ എം സ്റ്റിൽ മൂവിങ് ഫോർവേഡ്. ഇങ്ങനത്തെയൊക്കെ ചില എക്സാമ്പിൾസ് ആണ്. പ്രോഗ്രസ് മാറ്റേഴ്സ് മോർ ദാൻ പെർഫെക്ഷൻ. അപ്പം ഇത്തരം സെൽഫ് ടോക്കുകൾ, നമ്മളുടെ അഫർമേഷൻസ് ലൈഫിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവ് സെൽഫ് ടോക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് മേക്സ് വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്ഫുൾ.